ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിഥികൾ വന്നു പോയി. അതിഥികളെ ഒരു സ്വപ്നലോകത്ത് വെച്ച് കാണുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ കുടുംബാംഗങ്ങൾക്ക്. അതിലെടുത്തു പറയേണ്ടത് ഷാനവാസും അനീഷുമാണ്. ഇവർ രണ്ടുപേരും മറ്റേ സിനിമയിൽ ദാസനും വിജയനും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങൾ പറയില്ലേ, അതേപോലെ രണ്ടാളും കൂടി സോഫയിൽ നിന്ന് തങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ അയവർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. തുടക്കം തന്നെ ഷാനവാസ് ബിഗ് ബോസിനോട് നന്ദി പറയുകയാണ്. ബിഗ് ബോസ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ഒരുപാട് നന്ദി. ബിഗ് ബോസും ഏഷ്യാനെറ്റും എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന പോലും വിചാരിച്ചതല്ല. ഇപ്പോൾ ദൈവത്തിന് നന്ദി. അയ്യോ, എങ്ങാനും ഈ ബിഗ് ബോസ് എന്ന ഷോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ, വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ, എന്തിൻ്റെ പേരിൽ വേണ്ടാന്ന് വെച്ചാലും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അല്ലേന്ന്. അപ്പോൾ അനീഷ് പറയുകയാണ്, ഞാൻ വേണ്ടാന്ന് വെക്കില്ല, എന്നെ വിളിച്ചോടനെ ഞാൻ പറഞ്ഞു ദാ വരണു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, എല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന പോകുന്ന നഷ്ടങ്ങളെ. 3 ആഴ്ച മുമ്പ് വന്ന സാബുമോൻ്റെ ചിരി വരെ ആസിഫ് അലി ഓർത്ത് പറയുകയാണ് ചിരിയുന്നു. അപ്പോൾ എത്രമാത്രം നമ്മളെയൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും, എത്രമാത്രം ഫേമസ് ആയിട്ടുണ്ടാകും അല്ലേ നമ്മളൊക്കെ. 3 ദിവസം മുമ്പ് ഷാനവാസ് ഒരു കാര്യം അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജിഷ്ണോട് പറയാണ്. ഷാനവാസ് ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത് ആസിഫ് അലിയെ കൊണ്ട് അഭിനയിപ്പിക്കാനാണ് ഷാനവാസിന് ആഗ്രഹം. ഇത് 3 ദിവസം മുമ്പാണ് പറയുന്നത് അനീഷിൻ്റെ അടുത്ത്. ഒരു കഥയുണ്ട്, പക്ഷെ എന്ത് പറഞ്ഞിട്ട് പോകും, എങ്ങനെ പോകുമോ ഒന്നൊന്നും അറിയില്ല. പക്ഷേ കഥ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഈ ആസിഫ് അലിയെ നേരിട്ട് പോയി കണ്ട് കഥ പറയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് വിചാരിച്ചാണ്, അതിൻ്റെ ഇടയിലാണ് ബിഗ് ബോസ് എത്തിയത്. അപ്പോൾ ദാ നിമിത്തം പോലെ ദൈവം മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ആസിഫ് അലിയെ. ഇത് കണ്ടിട്ട് ആകെ ഷോക്കിലാണ്. ഷാനവാസ് പറയുന്നത് ഞാൻ എന്തോ സ്വപ്നലോകത്തായിരുന്നു എന്ന്. അപ്പോൾ അനീഷും പറഞ്ഞു, ഞാനും അതേ സ്വപ്നലോകത്തായിരുന്നു. ജിത്തു ജോസഫിനെ പോലെ ഒരാളുടെ മുന്നിൽ എനിക്ക് എൻ്റെ കഥ പറയാൻ പറ്റിയില്ലേ. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ഭാഗ്യമാണ് ഞാൻ ചെയ്തത്. രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എടാ നീ ആലോചിച്ച് നോക്ക്, ആർക്ക് കിട്ടുന്ന ഭാഗ്യമാണോ, നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ പോയ റെനക്ക് ഈ ഭാഗ്യം കിട്ടിയോ ഇല്ലേ, ഇപ്പം നമ്മളാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗ്യം കിട്ടുമായിരുന്നോ. അപ്പോൾ ഇനിയുള്ള ഓരോ ആഴ്ചയിലും അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ഓരോ ആഴ്ചയിലും നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കണം, നമുക്കിവിടെ നിന്നേ പറ്റുമെന്ന്. ഇവരുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു ചെറിയ പ്ലാറ്റ്ഫോമൊന്നുമല്ല. എത്രയോ പേര് കാണുന്നത്, എത്രയോ വലിയ വലിയ ആൾക്കാരും. അതും നമ്മുടെ ലാലേട്ടനൊക്കെ ഹോസ്റ്റായിട്ടുള്ള ഷോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് ഒന്ന് വേറെയാണ്. വില മനസ്സിലാക്കി കളിക്കട്ടെ. ഇതെനിക്ക് പറയണത് സാബുമാൻ്റെ അടുത്താണ്. സാബുമാൻ എന്താ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ജനുവിനായി നിന്നിട്ടും ഒരുപക്ഷെ ഫൈനൽ വരെ എത്തുകയാണെങ്കിൽ അതും അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് ഒരു സ്ട്രാറ്റജി ആയിട്ടൊക്കെ വന്നേക്കാം. എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അങ്ങനെ സ്വപ്നലോകത്ത് നിന്ന് രണ്ടുപേരും കഥകൾ അയവർത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ട് ബിഗ് ബോസ് അവരെ തന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ജിഷിൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത്. എല്ലാവരും നന്നായി തന്നെ കളിക്കട്ടെ. ഇനി എന്തൊക്കെയായിരിക്കും ലൈവിൽ നടക്കാൻ പോകുക എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.